പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. തോപ്പുംപടി അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 90ാമത് വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചിക്ക് അഭിമാനമാണ് അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനവുമുണ്ട്. തൊട്ട് കൺമുമ്പിൽ കാണുന്ന വിദ്യാലയമാണ്. വിദ്യാഭ്യാസ പെൺകുട്ടികൾക്ക് ഒരു കാലഘട്ടം നമുക്കറിയാം. കേരളത്തിൻ്റെ ഒരു ഭൂതകാലമെന്ന് പരിശോധിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒന്നിനും രീതിയിലായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 90 വർഷം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം തന്നെ ആയിരിക്കും. അന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് FMM സഭ ആരംഭിച്ചതാണ് ഈ വിദ്യാലയം. അതിൽ നിന്ന് വളർന്ന് പന്തലിച്ച് കൊച്ചിയിലെ ഏറെ അഭിമാനമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ 5 സെക്ഷനാണുള്ളത്, അല്ലേ? വായിച്ചപ്പോൾ 5 സെക്ഷനാണുള്ളത്. LKG മുതൽ TTI വരെയുള്ള 5 സെക്ഷനാണ് വിദ്യാഭ്യാസ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നത്. ഏറെ അഭിമാനം നമുക്കുണ്ട്. വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വളരെ വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ആ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ വരവാണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിൻ്റെ വരവ് എങ്ങനെയൊക്കെ ആവുന്നുള്ളത് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നത്. റവറൻഡ് സിസ്റ്റർ LC ജോസഫ് അധ്യക്ഷത വഹിച്ചു. 90 വർഷക്കാലം സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തി വഴി നടത്തിയ സർവേശ്വരന് നന്ദിയും അത്ഭുതമാതാവിന്റെ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനോർത്ത് കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഇത് എൻ്റെ കരുവരുതാണെങ്കിൽ എന്നോട് കൂടെ നശിക്കും, ദൈവത്തിൻ്റെതാണെങ്കിൽ ഇത് അപങ്കുരം തുടരും എന്ന ബ്ലെസ്സഡ് മേരി ഓഫ് ദ പാഷന്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പാഷനോടുകൂടി തുടർന്നുകൊണ്ട് പോകുന്ന ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മിഷൻ മേഖലയായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മമ്മയുടെ സ്വപ്നം പോലെ 90 വർഷത്തിന് നിറവിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ. സ്നേഹമുള്ളവരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സംപൂജ്യരെ, ഗുരുശ്രേഷ്ഠരെ, സദസ്സിലുള്ള മാതാപിതാക്കളെ, റിട്ടയർഡ് ചെയ്യുന്ന അധ്യാപകരുടെ ഭവനങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, അഭിനയകാംക്ഷികളെ, സ്നേഹബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, PT അംഗങ്ങളെ, സഹപ്രവർത്തകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഡെയ്സി സക്കറിയ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. LKG തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ റോസറി സ്കൂളിലായിരുന്നു. റോസറി സ്കൂൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. ഞാനും അവിടെയായിരുന്നു. എൻ്റെ ബ്രദേഴ്സ് 2 പേരും, ജോസഫ് സക്കറിയ ആൻഡ് ബിജു സക്കറിയ, എൻ്റെ താഴെയുള്ള അനിയന്മാരാണ്. അവരും അവിടെ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 5th സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ അവർ ലേഡീസിൽ പഠിച്ചു. പക്ഷെ എൻ്റെ ബ്രദേഴ്സിന് ആ സമയത്ത് പിന്നെ ഇവിടെയൊന്നും ബോയ്സിന് സ്കൂളില്ല. അതുകൊണ്ട് അവർക്കിങ്ങനെ ദൂരെയൊക്കെ പോയി പഠിക്കേണ്ടി വന്നു. ഒരു ബ്രദർ രാജഗിരിയിൽ പോയി, വേറൊരു ബ്രദറും അല്പം ദൂരെയൊക്കെ പോയാണ് പഠിക്കാൻ സാധിച്ചത്. ഇവിടെ നിൽക്കുമ്പോൾ ആ ഓർമ്മകളെല്ലാം വരികയാണ്. ചെറിയ പ്രായത്തിൽ റോസറിയിൽ 4 വരെ പഠിക്കുമ്പോൾ അന്നൊക്കെ എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ആക്റ്റീവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് വളരെ നല്ല
നേതൃത്വമാണ്. നാലാം ക്ലാസ് വരെയുള്ള ബേസിക് ഇംഗ്ലീഷ് എല്ലാം അന്ന് കമ്പൽസറി ആയിട്ട് 4th സ്റ്റാൻഡേർഡ് വരെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആ ഒരു ലാംഗ്വേജിൻ്റെ ബേസ് വളരെ സ്ട്രോങ് ആയിട്ട് ആകാൻ അതെല്ലാം റെഡിയായി. പിന്നെ അങ്ങോട്ട് ഞാൻ ലേഡീസിൽ ഇവിടെ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത പാട്ട് വരെ സിസ്റ്റർ മോളി ദേവസി സ്വാഗതം ആശംസിച്ചു. വാർഷിക റിപ്പോർട്ടർ റവറൻ സിസ്റ്റർ മിനി ആന്റണി, റവറൻ സിസ്റ്റർ റീന MD എന്നിവർ അവതരിപ്പിച്ചു. മട്ടാഞ്ചേരി AEO N സുധ, കൗൺസിലർ ഷീബ ഡുറോം, സിസ്റ്റർ ആനന്ദി സേവ്യർ, റവറൻ ഫാദർ ഡൊമിനിക്, ഷാലിമ ജോർജ് K, റോണി റാഫേൽ, ലില്ലി പോൾ, കുമാരി ബിൻസി ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. പശ്ചിമകക്ഷിയുടെ തന്നെ ഹൃദയവായകമായ തോക്കുംപടിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മുത്തശ്ശി സ്കൂളിൽ നിന്ന് നവതിയുടെ നിറവിലാണ്, ആ ഒരു ആഘോഷത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. 90 വർഷങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് കടന്നുപോയ ഓരോ വിദ്യാർത്ഥിനിക്കും അറിവ് നൽകിയ ഓരോ അധ്യാപകർക്കും പറയാൻ ഒത്തിരി കഥകളുണ്ടാവും. നമ്മൾ ഒരു വർഷത്തെ ഇവിടുത്തെ പ്രവർത്തന മികവ് സ്ക്രീനിലൂടെ നാം എല്ലാവരും വീക്ഷിച്ചതാണ്. ഇന്ന് ഇവിടെ നിന്ന് കടന്നു പോകുന്ന ടീച്ചേഴ്സ് ഈ ഒരു സ്കൂളിന് എന്നും ഓരോ ടീച്ചേഴ്സും മുതൽക്കൂട്ട് തന്നെയായിരുന്നു. അവർ പകർന്നു നൽകിയ ഇനിയുള്ള അധ്യാപകർക്ക് അതൊരു മാതൃക തന്നെയായിരിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല. കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ ഏറെ സുരക്ഷിതമായി ഇവിടെ സിസ്റ്റേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കരങ്ങളിൽ അറിവിനോടൊപ്പം തന്നെ അവർ നല്ല പാഠത്തിലൂടെ അവരുടെ വേദനകൾ അറിഞ്ഞും മറ്റ് കലാപരമായാലും സ്പോർട്സ് പരമായാലും തുടർന്ന്